നമസ്കാരം. ഗൾഫ് 18ലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം രംഗത്തെത്തി. മണിപ്പൂർ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിലാണ് കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും മതാധിഷ്ഠിത വിവേചനം നല്ലതല്ലെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അതിക്രൂര അതിക്രമം നേരിടുമ്പോൾ അധികൃതരിൽ നിന്ന് ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിലിന്റെ സന്ദേശം. ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെയൊരു ആശങ്കയുള്ളതായി അറിയില്ലെന്ന് വി മുരളീധരൻ പറയുമ്പോൾ മുസ്ലിം തീവ്രവാദികളാണ് ആശങ്ക പടർത്തുന്നതെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സഭാ നേതൃത്വം ഉയർത്തുന്ന വിമർശനം പ്രവാസ ലോകത്തും ചർച്ചയാകുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നു, സഭയുടെ നിലപാട് ഗുണം ചെയ്യുന്നതാർക്ക്. സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് ചർച്ചയിൽ ചേരുന്നത് ശ്രീ രമേശ് മണിക്കോത്ത് BJPയെ പ്രതിനിധീകരിച്ച്, ശ്രീ ബെനൻ BS ഇടത് സഹയാത്രികൻ, അജി കുര്യാക്കോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്. ആദ്യം ശ്രീ രമേശ് മണിക്കോത്ത്, ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ വലിയ ഗൗരവത്തോടു കൂടിയാണ് രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കിക്കാണുന്നത്. ദുഃഖവെള്ളി ആഴ്ച ദിനത്തിൽ നൽകിയ സന്ദേശത്തിലാണ് അവർ ആ ആശങ്ക പങ്കുവെക്കുന്നത്. വളരെ ഗൗരവമായി ഈ വിഷയം അഡ്രസ്സ് ചെയ്യുകയും ഇങ്ങനെ ഒരു അവസരത്തിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരവസരത്തിൽ ജനങ്ങൾക്ക് ആ സന്ദേശം നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സംസ്ഥാനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണോ സഭാ നേതൃത്വത്തിന്റെ ഈ നിലപാട്? നമസ്തേ. ഇപ്പോ ഈ നടക്കാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആദ്യമായി പറയാനുള്ളത്, BJPയെ സംബന്ധിച്ച് BJPക്ക് അങ്ങനെ ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഷൻ ഒന്നുമില്ല. കാരണം ഇവിടെയുള്ള നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? മേഡം, ഇത് പഴയ BJP അല്ല, പഴയ കേരള. നിങ്ങൾ അങ്ങനെ അതിനെ എഴുതി തള്ളരുത് പ്ലീസ്. ഇപ്പോ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. നിങ്ങൾ പത്രക്കാര് തന്നെ എവിടെയൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോ നിങ്ങള് റിപ്പോർട്ടേഴ്സ് നിങ്ങൾക്ക് തരുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം എന്താണ് ഓരോ മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷനറി അല്ലെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് വളരെയധികം സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരുവരാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഈ രാജ്യത്ത് പണ്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പണ്ടെന്താണ് സംവിധാനം? നിങ്ങൾ ഈ പറഞ്ഞ പോലെ പള്ളികളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരുടെ അവരുടെ നിർദ്ദേശങ്ങളിൽ അവരുടെ അതിനെ കണക്കായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് എല്ലാവർക്കും ആര് എന്ത് പറഞ്ഞാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം വ്യക്തികൾക്ക് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഒരു 10-12 ദിവസം കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥിയോടൊപ്പം വർക്ക് ചെയ്ത് വന്നതാണ്. അപ്പൊ ഞാൻ അവിടെ ഇപ്പോ സഭാ നേതൃത്വം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് കണക്കിലെടുക്കുന്നില്ല, വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത്, അതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? അതാണോ താങ്കൾ പറയാൻ ശ്രമിച്ചത്? സഭാ നേതൃത്വത്തെ തള്ളി പറയുന്നതല്ല. സഭാ നേതൃത്വത്തിന്റെ ആശങ്കകൾ അത് ദൂരീകരിക്കാൻ പ്രധാനമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി മീറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ ഇതുപോലുള്ള ഒരു ആശങ്കയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ഇപ്പൊ ഞാൻ എന്ന വ്യക്തി, ഇപ്പോ അജി കുര്യാക്കോസ് പറയാം, അജി കുര്യാക്കോസ് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ ആ ഇടവകയിലുള്ള പള്ളി അച്ഛനും അജി കുര്യാക്കോസുള്ള ബന്ധത്തിന്റെ പേരിൽ ചിലപ്പോൾ മറ്റു രീതിയിലുള്ള പ്രസ്താവനകൾ വരും. അതില്ലാതെ അതിനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് വലിയൊരു ലത്തീൻ അതിരൂപത ബിഷപ്പും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബിഷപ്പും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള അടുപ്പമൊക്കെ വെച്ചിട്ടായിരിക്കുമോ ഒരു ദുഃഖവെള്ളി ദിനത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുക? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭീതിതമായ അന്തരീക്ഷം ഇല്ലല്ലോ. പിന്നെ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ തികച്ചും ഇത് മാറ്റങ്ങൾ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്, വളരെയധികം സമയമുണ്ട്. ഇവിടെ രമേശ്, അവരുടെ ആശങ്കകൾ പങ്കുവച്ചിരിക്കുകയാണ്. അവർ അത് ആ നിലയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം മണിപ്പൂർ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, പൗരത്വ ഭേദഗതി നിയമം പറഞ്ഞുകൊണ്ട്, ഭരണഘടനയുടെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നേരിടേണ്ടി വരുന്നു, ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിൽ ഭരണകൂടം നിഷ്ക്രിയമായി നിൽക്കുന്നു, ഇടപെടുന്നില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട്.
ഇല്ല, ഇത് മണിപ്പൂർ വിഷയത്തിൽ നമുക്കറിയാം. മണിപ്പൂർ ഇപ്പം BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു വിഷയമല്ല ഇത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്. അത് BJP ഉണ്ടാക്കിയതൊന്നുമല്ല. പഴയ ഗവൺമെന്റ് ഉള്ള സമയത്തും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെ BJP പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൽ നിന്ന് അങ്ങനെയാണ് എങ്കിൽ പോലും അതിൽ ഇടപെടാതെ നിഷ്ക്രിയമായി നിൽക്കുന്ന അധികാരവർഗം അത് വേദനിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് ആ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന നരേഷനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. ഇല്ലില്ല, BJPയെ സംബന്ധിച്ച് ഇപ്പൊ ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊന്നുമില്ല BJP. പക്ഷേ അവിടെ നടക്കുന്ന ആ കാര്യങ്ങളിൽ കുറച്ച് എക്സ്ട്രീമായിട്ട് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതേ ആൾക്കാർ തന്നെ തിരിച്ചും പറയും. പ്രതിപക്ഷം എന്തെങ്കിലും കിട്ടാൻ നിൽക്കുകയാണ്, പോലീസ് ആക്ഷനോ പട്ടാളത്തിന്റെ ആക്ഷനോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിനുള്ള വോട്ട് ബാങ്ക് നേടിയെടുക്കാൻ വേണ്ടി ചെയ്യും. അപ്പൊ വളരെ പക്വതയോട് കൂടിയിട്ട് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും, ചില നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നത് അത് വേദനാജനകം തന്നെയാണ്, ഇല്ലാന്ന് BJP പറയുന്നില്ല. അതിനൊന്നും ആരും സന്തോഷിക്കുന്നവരൊന്നുമില്ല. അത് ഏത് വിഭാഗത്തിനായാലും, അത് ക്രിസ്ത്യൻ വിഭാഗത്തിനായാലും മുസ്ലിം വിഭാഗത്തിനായാലും ഹിന്ദു വിഭാഗത്തിനായാലും ഏത് വിഭാഗം. ഇപ്പൊ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ കാല ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ഒരു സുസ്ഥിരമായ ഭരണം, ശക്തമായ ഒരു രാജ്യം വേണം എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അത് ക്രിസ്ത്യൻ സമൂഹം ഉൾക്കൊള്ളും. അവർ ഞങ്ങളുടെ ഒരു വലിയ വിഭാഗം ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവും. അജി കുര്യാക്കോസ്, താങ്കൾ ചിരിക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഓരോ സ്പന്ദനങ്ങളും പ്രവാസ ലോകത്ത് ചർച്ചയാവുകയാണ്. അപ്പോൾ നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ ലഡു പൊട്ടുന്ന അവസ്ഥയാണോ? കാരണം ക്രൈസ്തവ വിഭാഗം BJPയോട് അടുക്കുന്നു എന്നൊരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിരുന്നത്. അത്തരം പരാമർശങ്ങൾ സഭയുടെ ഭാഗമായവരിൽ നിന്ന് പോലും കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് കേട്ടിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തുറന്ന് നല്ല അവരുടെ ഒരു പ്രാർത്ഥനാ ദിവസം ഈ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് സഭാ നേതൃത്വം എത്തുമ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന നിലയിൽ അത് സന്തോഷം നൽകുന്ന കാര്യമാണോ? എങ്ങനെയാണ് സംസ്ഥാനത്തെ സാഹചര്യങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? മാഡം, ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് 3 മിനിറ്റ് സമയം തരണം. ഒറ്റ കാര്യം പറയുള്ളൂ. ആദ്യം രമേശ് ജി കണ്ണൂര് ഇത്രയും കഷ്ടപ്പെട്ട് ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. കാരണം അദ്ദേഹം വളരെ അതിലേക്ക് ഈ 2024 പെസഹ വ്യാഴാഴ്ച ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി കുർത്തോല പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. അതിനു മുമ്പ് ബിഷപ്പന്മാരുമായിട്ട് ശ്രീ നരേന്ദ്രമോദിജി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ക്രിസ്മസ് ദിനത്തിൽ പാർട്ടി പ്രസിഡന്റ് സുരേന്ദ്രൻജി മറ്റേ ഓരോ വീടുകളിൽ കയറി കേക്ക് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു, ക്രൈസ്തവ വീടുകളിൽ. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഈസ്റ്റർ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചു. കാരണം ഈസ്റ്റർ ദിനത്തിൽ സ്വാഭാവികമായിട്ട് അവധിയാണല്ലോ. പറഞ്ഞു കേട്ടെ, ഈസ്റ്റർ ദിനത്തിൽ സ്വാഭാവികമായിട്ട് അവധിയാണല്ലോ. പക്ഷെ ഈസ്റ്റർ ദിനത്തിൽ അവധിയില്ല. ഈസ്റ്റർ ദിനത്തിൽ വേറെ പ്രത്യേകതയുണ്ട്. അതൊരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞായറാഴ്ച ഇന്ത്യയിൽ എവിടെയും അവധിയാണ്. അപ്പൊ അവധി നിരോധിച്ചുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ പ്രവർത്തിക്കണമെന്ന് ഒരു ഓർഡർ വിജ്ഞാപനം ഇറക്കിയാണ് സംസ്ഥാന സർക്കാർ. മണിപ്പൂരിൽ അവിടെ കുക്കി വിഭാഗം അതിന് ശക്തമായി എതിർക്കുന്നു. പിൻവലിച്ചല്ലോ ശ്രീ അജി, ചുരുക്കി പറയൂ. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് 3 മിനിറ്റ് തരണം എന്ന് പറഞ്ഞത്. അതിനുശേഷം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന, അതായത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് അത് പിൻവലിച്ചിരിക്കുന്നു, അത് പിൻവലിക്കും എന്ന് പറയുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ ക്രൈസ്തവ വിഭാഗത്തിന് ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ, അതായത് BJPയുടെ ഒരു ഔദാര്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നൊരു ക്രൈസ്തവനായ ഞാനൊരു ക്രൈസ്തവനല്ല, ഞാനൊരു സെക്യുലർ ഡെമോക്രാറ്റിക് ഉള്ള ഒരു വ്യക്തിയാണ്. എങ്കിൽ കൂടി ക്രൈസ്തവർ എന്ന് വിശ്വസിക്കുന്നു ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു അവധി ലഭിക്കണമെങ്കിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെയും RSSനെ പോലെയുള്ള ആളുകളെയും കാലി പിടിക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയാണ്. ഇനി ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ദീപിക ദിനപത്രം, അപ്പോൾ ജനയുഗവും അതുപോലെ ദേശാഭിമാനിയും ഒക്കെ പോലെ തന്നെയാണ് ക്രൈസ്തവർക്ക് ദീപിക എന്നുള്ളതൊന്ന് കൂട്ടി പറഞ്ഞോട്ടെ. ആ ദീപിക ദിനപത്രത്തിൽ ഇന്ന് വന്ന മുഖപ്രസംഗം ഒന്ന് വായിക്കുക. അതിന്റെ തുടക്കം ഇത്രയാണ്: കുരിശിലും കല്ലറയിലും ഒതുങ്ങാത്തവൻ എന്നാണ് മുഖപ്രസംഗത്തിലുള്ളത്. 2 വരി നിങ്ങളാരും വായിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയാം. കുരിശിന്റെ വഴിയിലും ഗാഗുൽത്തായാലും കൊലപാതക സ്ഥലത്തും, ഞാൻ ഇപ്പം നിർത്താം, കൊലപാതക സ്ഥലത്തും ഒതുങ്ങുന്നതല്ല ദുഃഖവെളിയുടെ ചരിത്രം, അത് മനസ്സിലാക്കണം. അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ക്രിസ്തു വയസ്സ് 33, യഹൂദനാണ്. ജെറൂസലമിലെ ഒരു ആൾക്കൂട്ട വിചാരണയിൽ ആട്ടും തുപ്പും അടിയുമേറ്റ് ചോരയലിച്ചു നിൽക്കുകയാണ്. കുറ്റം
രാജ്യദ്രോഹവും മതനിന്ദയും. രാത്രിയിൽ ഒലിവുമലയിൽ നിന്ന് വലിച്ചയച്ച് പട്ടണത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗവർണർ കൊട്ടാരത്തിൽ എത്തിച്ചതാണ്. ഇതാണ് അതിന് തുടക്കം. അതിനുശേഷം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഗവർണർ എന്ന് പറഞ്ഞ പന്തിയോസ് പിലാത്തോസ്, ഞാൻ ഈ മനുഷ്യന്റെ ഒരു കുറ്റവും കാണുന്നില്ല, ആൾക്കൂട്ടം സമ്മതിച്ചില്ല. ഒടുവിൽ ആ നിരപരാധിയെ കൊല്ലാൻ വിട്ടുകൊടുത്ത് ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടം മാത്രമല്ല, അവന്റെ പിന്നാലെ ശിഷ്യന്മാരും അമ്മയും പാവങ്ങളും അനാഥരും അവൻ കെട്ടിപ്പിടിച്ചിട്ടുള്ളവരും ചുംബിച്ചിട്ടുള്ളവരും അവന്റെ വഴി നടന്നിട്ടുള്ളവരും അവന്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരും ആണ് ഈ ജനങ്ങൾ എന്ന് പറയുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ എന്തോ സാങ്കേതിക പ്രശ്നം നേരിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ അജി കുര്യാക്കോസിലേക്ക് തിരിച്ചെത്താൻ. ഏകാധിപതികളുടെ അടിച്ചമർത്തലുകളെ കുറിച്ചൊക്കെയും ആ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അജി ഉണ്ടോ? പൂർത്തിയാക്കുമെന്ന. അതായത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് വളരെ ഏറ്റവും അവസാനം പറയുന്ന കാര്യം പാർലമെന്റിലും, അതാണ് ഏറ്റവും പ്രത്യേകത. ഈ മുഖപ്രസംഗത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് പാർലമെന്റുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പാർലമെന്റും അതുപോലെ തന്നെയുള്ള ഈ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ വിധ്വംസനകളെ കുറിച്ചും ഈ ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വിയർപ്പൊലിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ? നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ക്രൈസ്തവ സമൂഹം പറയുന്നുണ്ട്. ക്രൈസ്തവരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്രൈസ്തവർക്ക് നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം വന്നു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭാ മേധാവികൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം മുഴുവൻ ക്രൈസ്തവരും അങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ മുഴുവൻ ക്രൈസ്തവരുടെയും ചിന്താഗതി അതേ നിലയിലാണ് എന്ന് പറയാൻ കഴിയുമോ അജി കുര്യാക്കോസ്? നമുക്ക് കുറച്ചുനാൾ മുമ്പ് തലശ്ശേരി രൂപതാ ബിഷപ്പ് തന്നെ പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയ 300 രൂപ റബ്ബറിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു MP എന്നുള്ളത് പറഞ്ഞ സാഹചര്യമുണ്ട്. അത് പിന്നീട് മാറ്റി പറയുകയൊക്കെ ചെയ്തു. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ഒരു കാര്യം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് അഭിസംബോധന ചെയ്തെങ്കിൽ മോശമായി പോകും. കാരണം ശ്രീ രമേശ് ജി പറഞ്ഞത് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ എന്ത് പറഞ്ഞാലും അതൊന്നും ജനങ്ങൾ കേൾക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ക്രൈസ്തവരെയും അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളെയും വളരെ മ്ലേച്ഛമായിട്ടും മോശമായിട്ടും എടുക്കുന്ന ഒരു രീതിയാണ്. ഇല്ല, അങ്ങനെ കരുതണോ? അത് ഇന്നിപ്പോൾ ഞങ്ങൾ 8 മണിക്ക് നമ്മളോട് സംസാരിച്ച ഒരു പുരോഹിതൻ തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ സഭാ മേലധികാരികൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രമേശ് മണിക്കോത്തിന് അക്കാര്യത്തിൽ വിമർശിക്കണമോ എന്ന് എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ബെനൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ ചർച്ചകളും എത്തി നിൽക്കുന്നത് വോട്ടിലേക്കായിരിക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ BJP ക്രൈസ്തവ സമൂഹത്തോട് അടുക്കുന്നു എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇത്ര വലിയ വിമർശനങ്ങൾ വരുന്നു. അവർക്കുള്ളിൽ തന്നെ അത് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനെ ഒന്ന് മയപ്പെടുത്തുന്ന രീതിയിൽ വി മുരളീധരൻ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വർഗീയത കലർന്ന മറുപടിയാണ് പക്ഷേ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും വരുന്നത്. എന്തായാലും അവർക്ക് ഇടയിൽ തന്നെ അതൊരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുത്താൽ അതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്നൊരു ചോദ്യമുണ്ടല്ലോ. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? പ്രതീക്ഷകളല്ല, ഇത് ഇത്തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷകളുമല്ല നാം കണക്കാക്കേണ്ടത്. പീഡിതരുടെ രോദനം ഭൂമിയിൽ എവിടെയായാലും അത് ഒരുപോലെയാണ്. മണിപ്പൂരിലായാലും ശരി, പാലസ്തീനിലായാലും ശരി, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായാലും ശരി, പീഡിതരുടെ രോദനം എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അത് ഉറ്റവരെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത് ഈ ദുഃഖവെള്ളിയാഴ്ച തന്നെയാണ്. അതിന് അത്തരത്തിൽ മതപുരോഹിതന്മാർ അത്തരം ഒരു ദിവസം തിരഞ്ഞെടുത്തു എന്നുള്ളത് ഭാരതത്തിൽ നേരിടുന്ന അവർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോട് ഇന്ത്യൻ സർക്കാർ കാണിക്കുന്ന സംഘപരിവാർ സർക്കാർ കാണിക്കുന്ന ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വേർതിരിവ് അത് തുറന്നു പറയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വിളിച്ചു പറയൽ അല്ലെങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച തന്നെ അത്തരത്തിലുള്ള ഒരു വിളിച്ചു പറയൽ ഉണ്ടാകുമ്പോൾ സംഘപരിവാർ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക് എത്തിയത് ഒരു ശുഭസൂചകം തന്നെ ആണ് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.
നമുക്ക് തന്നെ അറിയാം കേരളത്തിനകത്ത് തന്നെ കേരളത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള മത സംഘടനകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് സ്വസ്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ഇന്ത്യയിൽ വേറെ എവിടെ താമസിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്വസ്ഥതയോടുകൂടി താമസിക്കാൻ കഴിയുന്ന ഒരു ഇടമായി കേരളം മാറിയിട്ടുണ്ട്. അത്തരത്തിൽ മാറിയ കേരളത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ സർക്കാരും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ ബെനൻ, ഇപ്പോൾ അവർ ഉയർത്തിയ ആശങ്കകളുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തെ സംബന്ധിച്ചില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി ഇടതുപക്ഷം മാറുമോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ പലവിധ പ്രശ്നങ്ങൾ. വിഴിഞ്ഞം പ്രശ്നത്തിൽ ലത്തീൻ സഭ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. മലയോര മേഖലയിലേക്ക് പോയാൽ വന്യജീവികളുടെ ആക്രമണം തുടർക്കഥയാകുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരിനാകുന്നില്ല. എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കുറച്ച് പൈസ കൊടുത്ത് മാത്രം ഉള്ള താൽക്കാലിക ആശ്വാസങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. അത് വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കൂടി അവരുടെ ശ്രദ്ധ തിരിഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയി പോകുമോ എന്നൊരാശങ്ക നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഒരിക്കലുമില്ല. കാരണം മലയോര കർഷകരും വന്യജീവി സംരക്ഷണ നിയമവും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണെന്നുള്ള കാര്യം രേണുകയ്ക്ക് പോലും അറിയാവുന്നതാണല്ലോ. അപ്പൊ അതിനെതിരെ ശബ്ദിക്കുവാൻ കേരളത്തിൽ നിന്ന് പോയ 18 എംപിമാർ ഒന്ന് എണീച്ചു നിന്ന് അതിനെതിരെ ആ നിയമത്തിനെതിരെയുള്ള നിയമ സമിതിക്കെതിരെ പറയുവാൻ പോലും എംപിമാർ പോലും തയ്യാറായിട്ടില്ല. കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ കോൺഗ്രസ് എംപിമാർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഏൽക്കൊന്നും തോന്നുന്നില്ല. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ വിഴുങ്ങാൻ RSS വന്നാൽ അതിനെ ചെറുക്കാൻ, അതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഇവിടെ ഇടതുപക്ഷവും അതുപോലെ ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന പിണറായി സർക്കാരും ഉണ്ട് എന്നുള്ള ആർജവത്തോടെ പറയുവാനും അത്തരത്തിൽ ഇടതുപക്ഷ സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ട് എന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പും കൊടുക്കുവാൻ നമുക്ക് ഈ അവസരത്തിൽ കഴിയും. അത്തരത്തിലുള്ള ഒരു സുചിന്തമായ അത്തരത്തിലുള്ള ഒരു വ്യക്തമായ ധാരണയിൽ തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വസിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിൽ തന്നെ കേരളത്തിനകത്ത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലാകമാനം മതന്യൂനപക്ഷങ്ങളെ ആകെ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിൽ അത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും കഴിഞ്ഞ 7.5 വർഷങ്ങൾക്കിടയിൽ ഇങ്ങോട്ടുണ്ടായിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ അതിനുവേണ്ടി അവരെ സംരക്ഷിക്കുന്നതിനും അത്തരത്തിലുള്ള എല്ലാവരും ന്യൂനപക്ഷങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നതിന് ഭൂരിപക്ഷത്തെയും എല്ലാം സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. അത്തരത്തിലുള്ള ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രമേശ് മണിക്കോത്ത്, ഇവിടെ ഇപ്പോൾ ക്രൈസ്തവ വിഭാഗം അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ ചൂണ്ടിക്കാട്ടുകയാണ്. അവരുടെ മാത്രമല്ല, പൗരത്വ വിഷയവും ഇന്ന് ഉയർത്തുകയുണ്ടായി. അപ്പോൾ തങ്ങൾക്കൊപ്പമുള്ളവർക്കുണ്ടാകുന്ന ആശങ്കകൾ അതിനൊപ്പം കൂടി നിൽക്കണം എന്ന ഒരു സന്ദേശമാണ് നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിയിലെ നിഗൂഢത തിരിച്ചറിയണമെന്നും തോമസ് ജെനെറ്റോ പറയുകയുണ്ടായി. അപ്പോൾ അവരെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല, മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയത്തിലും ഒരു സമാനമായ നിലപാടുകൾ ഉണ്ടാകണം. ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു നിലപാടെടുത്ത് അത്തരമൊരു കാര്യം പറയുമ്പോൾ അതിനെ BJP സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിം തീവ്രവാദികളാണ് ഇവിടെ ആശങ്ക പടർത്തുന്നത് എന്ന ഒരു മറുപടി നൽകിയാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? അവരുടെ ഒരു ആശങ്ക പറയുമ്പോൾ അതിനെ വർഗീയവാദം പറഞ്ഞുകൊണ്ടാണോ നേരിടേണ്ടത്? ഇവരുടെ ന്യൂനപക്ഷത്തിന്റെ അത് ഏത് ക്രിസ്ത്യൻ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഈവൻ ഭൂരിപക്ഷത്തിൻ്റെതായാലും ആർക്കെങ്കിലും അതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കേൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും, ഒരു സംശയമില്ല. അത് നെഗ്ലക്ട് ചെയ്യില്ല. അതിനു മുന്നേ CPM പറഞ്ഞതിന്റെ ഒരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വലിയ മുതലക്കണ്ണീർ ഇറക്കുന്നുണ്ടായിരുന്നു ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി. എന്തിനാ നിങ്ങൾ മണിപ്പൂരിലും ഡൽഹിയിലും കാശ്മീരിലും പോകുന്നത്? ഇവിടെ പൂഞ്ഞാറിൽ എന്താ സംഭവിച്ചത്? ഒരു ക്രിസ്ത്യൻ മത പുരോഹിതനെ അടിച്ചാക്രമിച്ചത് ഇവരെന്താ ചെയ്തത്? എന്താണ് അതിൽ രമേശ് നിങ്ങൾ പറയുന്ന അതേ സമീപനം തന്നെ ആയിരുന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ കേസെടുത്തതും അതിലെവിടെയാണ് ഭിന്നത? തീവ്രവാദ സംഘടനകൾ ഭീഷണി മുഴക്കിയപ്പോ ഇവരെവിടെയായിരുന്നു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഇവര് എന്താണ് രമേശ് മണിക്കോത്ത്, ആ വിഷയത്തിൽ നടപടി ഉണ്ടായല്ലോ. ആകെ നിങ്ങൾ തീവ്രവാദ സംഘടനകളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് BJP തുണിഞ്ഞിറക്കുകയാണ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ അവസരമാണല്ലോ, അദ്ദേഹം പറയട്ടെ. രമേശ്, അതിൽ നിങ്ങൾ എന്താണോ പറയുന്നത് ആ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ആവർത്തിച്ച് അദ്ദേഹം ആ കാര്യം തന്നെ പറയുകയുണ്ടായി. അത് ഇവിടെ സംസ്ഥാനത്ത് വലിയ വിവാദമായിരുന്നു.
അപ്പൊ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം എന്താണ്? ആ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താങ്കളുടെ അവസരത്തിൽ സംസാരിക്കൂ, അദ്ദേഹം പറയട്ടെ. കാണിക്കാതിരിക്കുന്ന അയാളോട് എന്ത് സംസാരിക്കാനാണ്? നിങ്ങൾ എന്താണ് നുണ പറയുന്നത്? രമേശ് പറയൂ. 0% താഴെയാണ് ഇവർ ഇന്ത്യ മഹാരാജ്യത്ത്. ഇവരെന്ത് സംരക്ഷിക്കാനാണ്? ആരെ സംരക്ഷിക്കാനാണ്? കേരളം മുഴുവൻ വർഗീയ പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോ. കേരളം എന്താ പറഞ്ഞ CAA വിഷയം, CAA നടപ്പാക്കില്ലാന്ന്. എന്ത് നടപ്പാക്കില്ലാന്ന്? ഇന്ന് നടപ്പാക്കിയിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്? ഇന്ന് ചാനലിൽ ഞാൻ അയച്ചിറങ്ങിയിട്ട് ഇന്ന് നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തില് പാകിസ്ഥാൻ പൗരൻ അപേക്ഷിച്ചിട്ടുണ്ട്. വെറുതെ ജനങ്ങളെ വെട്ടിയാക്കല്ല കേട്ടോ. അവിടെ ഇവിടേക്ക് പോയിട്ട് ഇങ്ങനെ വർഗീയം പറഞ്ഞിട്ട് നിങ്ങളാണ് ശരിയായ വർഗീയം പറയുന്നത്. കേരളത്തിൽ ഞങ്ങളല്ല. ഞാൻ അയച്ചത് എന്റെ ഇന്ന് നടപ്പാക്കിയത്, ഇന്ന് അപേക്ഷിച്ചു കേരളത്തിൽ. നിങ്ങൾക്കൊരു ചുക്കിച്ചയല്ല ഇതിന്റെ അകത്തിന് CA വിഷയത്തിന്. ജനങ്ങൾ പക്ഷേ അത് മതന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആശങ്ക ആണല്ലോ അത് ഉന്നയിക്കപ്പെടുന്നത്. അത് ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ പോലും ആ വിഷയത്തിൽ അവർക്കുള്ള ആശങ്കയാണല്ലോ ശ്രീ രമേശ് ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ ബെനൻ, ദയവ് ചെയ്ത് താങ്കളുടെ അവസരത്തിൽ സംസാരിക്കൂ. രമേശ് പറഞ്ഞു പൂർത്തിയാക്കൂ, നമ്മുടെ സമയം അവസാനിക്കുന്നു, എളുപ്പമാവട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടെ വർഗീയ പ്രചരണം, വർഗീയത്തിന് ഞങ്ങളാണ് ഇവര് 0% താഴെയിൽ ഇവർ എന്ത് സംരക്ഷിക്കാനാണ് വേണം ഇന്ത്യ മഹാരാജ്യത്ത്? ഇവിടെ വർഗീയ പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾ എത്ര ശതമാനം എന്ന് നോക്കി ബാക്കിയുള്ളവർ എത്ര ശതമാനം എന്ന് നോക്കിയാണ്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്, പൗരന്മാരെല്ലാം തുല്യരാണ്. ഒരു പൗരനെങ്കിലും, അതാണ് ഒരു ബിഷപ്പ് പറഞ്ഞ, ചങ്ങനാശ്ശേരി ബിഷപ്പ് പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ഒരു പൗരനെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിന്റെ പരാജയം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവർ ഒരു ശതമാനമല്ലേ, ഇവരൊരു ശതമാനമല്ലേ എന്നൊന്നും പറയരുത്. ഞാൻ അദ്ദേഹം CPM-ന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുതലക്കണ്ണീർ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ ആ വിഷയം ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമല്ല. അത് വിഷയം വേറെയാണ്. ആ വിഷയത്തിന്റെ മാറിപ്പോയി. ശരി, എന്തായാലും ഇനി എനിക്ക് ആകെ 2 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ബെനൻ, ഇതിനോടകം തന്നെ താങ്കളുടെ അവസരം ഇനി താങ്കളിലേക്ക് വരണമെന്നുള്ളതാണ് എന്റെ സംശയം. ഇടപെടേണ്ട കാര്യം വരുന്നില്ല. അവിടെ ഇടപെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, അത് വ്യക്തിപരമായി എന്നിലേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇടപെട്ടത്. അത് മാത്രമല്ല, മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ജാഗ്രത പുലർത്തേണ്ടത് ഓരോ മനുഷ്യരുടെ അവകാശമാണ്. നിങ്ങൾ രണ്ടുപേരും നിർത്തുക. നിങ്ങൾ പരസ്പരം അവരവർ മറ്റൊരാളുടെ അവസരത്തിൽ കയറി സംസാരിക്കാണ്. ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തെത്തുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ മാറ്റത്തിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ക്രൈസ്തവർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എല്ലാ സഭകളുടെയും നിലപാടാണ്, എല്ലാ ക്രൈസ്തവ വിഭാഗക്കാർക്കും അതേ നിലപാട് എന്നൊക്കെ കരുതാൻ കഴിയുമോ? അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കും. ഭരണഘടന ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ക്രൈസ്തവ സഭകൾ അവരുടെ ആശങ്കയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവരെ നേരിട്ട് ബാധിക്കില്ല എങ്കിൽ പോലും പൗരത്വ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ എങ്ങനെ നിങ്ങളത് നോക്കിക്കാണുന്നു? സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയുണ്ടോ? മ്യൂട്ടാണ് അജി. ഞങ്ങൾക്ക് അനുകൂലമാകേണ്ട കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ കൺട്രിയാണ്. ആ രാജ്യത്തിനകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും സഹോദരത്തോടു കൂടിയിട്ടും സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അത് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് BJP ആയിരുന്നാലും കേന്ദ്രത്തിൽ, CPM ആയിരുന്നാലും കേരളത്തിൽ. അങ്ങനെ ഒരു സഹോദരത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് എല്ലാ മനുഷ്യരും സഹോദരത്തോടുകൂടി ജീവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അവിടെ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവരെ മാന്യമായിട്ട് പരിഗണിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഈസ്റ്റർ ദിനത്തിൽ അവധി കൊടുക്കാതിരിക്കുന്നു. അതായത് ഒരു ഞായറാഴ്ച ദിവസം ഈസ്റ്റർ ദിനത്തിൽ അവധി കൊടുക്കാതിരിക്കുന്നു. അത് അവധി കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണ്. ഇനി വരാൻ പോകുന്ന വിഷുവിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന റമദാന് അവധി കൊടുത്തില്ലെങ്കിൽ
ഏതെങ്കിലും ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടാണ് ഈ അവധി കൊടുക്കുന്നതൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ സെക്യുലർ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഏത് പാർട്ടിക്ക് വോട്ട് കൊടുത്താലും കോൺഗ്രസ് സമ്മതമാണ്. കോൺഗ്രസ് അതിനുവേണ്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ ആശയത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷയമല്ല. LDF-നൊപ്പം നിന്നാലും മതി എന്നാണോ അജിയുടെ വിശാല? ആരായാലും മതി. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കണം. അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇത് സാവധാനം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള പരിണാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നും ചേർത്ത് കളിപ്പിക്കാൻ അവസാനിക്കുന്നത് കൊണ്ടാണ് സഭാ നേതൃത്വത്തിന്റെ വിമർശനമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. എന്തായാലും പ്രവാസ ലോകത്തും അത്തരം ചർച്ചകൾ വലിയ രീതിയിൽ സജീവമാവുകയാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുമോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിച്ചത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഗൾഫ് 18 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.